സമശീർഷയായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നവളാണ് സ്ത്രീ. എന്നിട്ടും സ്ത്രീക്കൊരു സംരക്ഷണം വേണമെന്നുണ്ടെങ്കിൽ അത് ഗൃഹത്തിനകത്തായാലും പുറത്തായാലും നിയമം കൊണ്ടുവരണം എന്നുള്ള ആ ഒരു ഗതികേടിലാണോ എന്ന ഭാരതം എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇതൊരു നാണക്കേടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിപ്പോ നാണക്കേട് പുരുഷനാണോ സ്ത്രീക്കാണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. താങ്കളുടെ അഭിഭാഷകൻ കൂടിയാണ്. താങ്കൾക്കറിയാം വിശാഖ കേസ് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ നിലനിൽക്കുന്നു. വളരെ വ്യത്യസ്തമാണ് കാര്യങ്ങൾ. കാരണം ഇതിന് ആവശ്യമായ പശ്ചാത്തലമുണ്ട്. അത് ഇവിടെ മാത്രമല്ല, ലോകത്തെമ്പാടും ഉണ്ട് എന്നുള്ളതാണ് കണക്ക് കൂട്ടിയിട്ടുള്ളത്. ജെൻഡർ ഇക്വാളിറ്റി, സ്ത്രീ പുരുഷ സമത്വം, അത് നിലവിൽ വരണമെങ്കിൽ സ്ത്രീ ശാക്തീകരണം ആവശ്യമാണ്. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി അവരെ സ്വയം പര്യാപ്തമാക്കുവാനും അവർക്ക് സമൂഹത്തിൽ പരമ്പരാഗതമായി അവർ അനുഭവിച്ചു വന്നിട്ടുള്ള അവശതകളിൽ നിന്ന് അവരെ വിമുക്തരാക്കുന്നതിനും ഒരു പരിധിവരെ നിയമപരമായ സംരക്ഷണങ്ങൾ ആവശ്യമാണ്. ലോകത്തെമ്പാടും ഇന്ന് നിലവിലൊരു നിയമമാണ്. അത് ജെൻഡർ ഇക്വാളിറ്റി നിലവിൽ വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, സ്ത്രീയുടെ അവസ്ഥ വീട്ടിനുള്ളിൽ ജോലി ചെയ്യുന്ന ഭാര്യ കുടുംബം നോക്കുക എന്നുള്ള ചുമതലയ്ക്ക് മാത്രം ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് അവർ ഇറങ്ങി വരുമ്പോൾ അവർക്ക് ഒരുപാട് സംരക്ഷണങ്ങൾ ആവശ്യമാണ്. ജ്യോതിനാരായണൻ, ഇങ്ങനെ എല്ലാ സ്ഥലത്തും സ്ത്രീയെ സംരക്ഷിച്ചുകൊണ്ട് നടക്കാൻ നിയമം വേണമെന്ന് പറയുന്നത് ശക്തീകരണത്തിന്റെ ഭാഗമായി കാണാൻ കഴിയും. നിയമം ആവശ്യമാണ്. കാരണം വിവേചനം നിലനിൽക്കുന്ന ഒരു സമൂഹത്തില് നിയമം എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. പക്ഷെ ഈ നിയമം നടപ്പാക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഗാർഹിക പീഡനത്തിനെതിരെ വളരെ ഭംഗിയുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു നിയമമുണ്ട്. പക്ഷെ ആ നിയമം നടപ്പാക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ആ നിയമം കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് ഒരു പീഡനം പോലും നമുക്ക് കുറയ്ക്കാൻ കഴിയുന്നില്ല. പിന്നെ എന്തൊരു നിയമം എന്നുള്ളതാണ്. ശ്രീ ഗോകുൽ, ഈ നിയമം എന്ന് പറയുമ്പോൾ സ്ത്രീയെ സംരക്ഷിക്കുന്നത് എവിടെ നിന്നാണ്? പുരുഷന്മാരിൽ നിന്നാണ് സ്ത്രീയെ സംരക്ഷിക്കുന്നത്. നമ്മുടെ പുരുഷന്മാർ ഇത്രയും ഭീകരന്മാരാണോ? ലിംഗത്തിന്റെ കുത്തകയല്ല ഭീകരനാവുക എന്നുള്ളത്. സെക്ഷൽ ഹറാസ്മെന്റ് അല്ലെങ്കിൽ ലൈംഗിക ചൂഷണം എന്ന് പറയുന്നത് സെക്സിന്റെയോ ജെൻഡറിന്റെയോ കാരണം കൊണ്ടല്ല. അത് പവറിന്റെ അബ്യൂസാണ്. ആരാണ് പവറിലിരിക്കുന്നത്, ആരാണ് അധികാരത്തിലിരിക്കുന്നത്, അവൻ തന്റെ താഴെയുള്ള ആൾക്കാരെ ചൂഷണം ചെയ്യുന്നത് സെക്സ്വലായിട്ടായിരിക്കാം, വേറെ എന്തെങ്കിലും കൊണ്ടായിരിക്കാം. അതിൽ ലിംഗത്തിനൊരു കുത്തകയില്ല. ആണിനും കുത്തകയില്ല, പെണ്ണിനും കുത്തകയില്ല. അപ്പൊ രണ്ടുപേർക്കും സംരക്ഷണം വേണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നല്ല നിയമം തന്നെയാണ്. ഇനി ഈ കാര്യത്തിൽ വിദ്യാർത്ഥിനിയും മിസ് കേരളയുമായി ഇന്ദു തമ്പി തിരുവനന്തപുരത്തും ചേരുകയാണ്. ഇന്ദു, ഇങ്ങനെ ഒരു നിയമം ആവശ്യമുണ്ടെന്ന് ഇന്ദു കരുതുന്നുണ്ടോ? ഇങ്ങനൊരു നിയമം വന്നുകൊണ്ട് വലിയൊരു ഡിഫറൻസ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മള് ഇപ്പോ അങ്ങനെ നിയമം ഇങ്ങനെ വേണ്ടി വന്നു എന്നത് വളരെ നാണക്കേടായ ഒരു കാര്യമാണ്. കാരണം നമ്മളിപ്പോ എത്ര നിയമം വന്നാലും നമ്മൾ തന്നെ സൂക്ഷിക്കണം. എത്ര എന്താണ് ഇവിടുത്തെ സ്ത്രീകളും ഇവിടുത്തെ പുരുഷന്മാരും ഒന്നിച്ച് വിചാരിച്ചാൽ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് നേരിടാൻ പറ്റുള്ളൂ. കാരണം ഒരു നിയമം വേണം. നിയമം വന്നു, ഓക്കെ ഫൈൻ, അതിനെ ആൾക്കാർ അതിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലൊരു നിയമം കൊണ്ട് ക്യാമ്പസുകൾക്കുള്ളിൽ സുരക്ഷിതമാകുന്നു വിദ്യാർത്ഥിനികളെന്ന് ഇന്ദു കരുതുന്നുണ്ടോ? ഞാൻ വരുന്ന ഒരു വിമൻസ് ഓൺലി കോളേജിൽ നിന്നാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഏതൊരു അവസ്ഥയായാലും ക്യാമ്പസിൽ മാത്രമല്ല, ഇപ്പൊ ഇതുപോലെ ഓഫീസിലായാലും ഏതൊരു സ്ഥലത്തിലായാലും അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ സ്ത്രീകൾ ഫേസ് ചെയ്യുന്നുണ്ട്. അത് 2-3 പേര് പുറത്ത് കൊണ്ടുവരുന്നതുകൊണ്ട് നമ്മൾ അറിയുന്നു. ബാക്കി എത്ര പേര് കഷ്ടപ്പെടുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം എന്റെ കോളേജിലും എന്റെ ക്യാമ്പസിലും ഇല്ലെങ്കിലും ഞാൻ കേൾക്കുന്നുണ്ട് എന്റെ വേറെ കോളേജിൽ പഠിക്കുന്ന ഫ്രണ്ട്സും ബാക്കിയുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ടും, അവർക്ക് ഫ്രണ്ടിലോട്ട് വരാനുള്ള ആ നാണക്കേടും, അവർ ഫ്രണ്ടിലോട്ട് വന്നാൽ ഒന്നും ചെയ്യില്ല, ആൾക്കാർ അത് കേസ് അതുപോലെ അങ്ങ് പോവും, അവർക്ക് ബാക്കിൽ ലോയിന്റെ ഒരു സപ്പോർട്ട് ഇല്ല എന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ ഈ ഒരു ലോ വന്നു, ഒരു പാസ്സാക്കി എന്നതെന്ന് വെച്ചാൽ ആ ഗേൾസിന് ഒരു സപ്പോർട്ട്, ഒരു ധൈര്യം കൂടെ പകർക്കാണ്. വേറെ ആൾക്കാർ ഒന്നും കൂടെ അങ്ങനത്തെ ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ അത് ചിന്തിക്കും. ഈ പ്രേക്ഷകരിലേക്ക് പോവുകയാണ്. പീഡിപ്പിക്കാതെ പീഡനം അനുഭവിക്കുന്ന ഒരുപാട് പുരുഷന്മാരിന്ന് കേരളത്തിലുണ്ട്. എന്തുകൊണ്ട് കേസ് പുരുഷനോ സ്ത്രീയോ ആവട്ടെ ഫാൾസ് കേസ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഹെവി കോമ്പൻസേഷൻ നിയമത്തിൽ വരണം. പുരുഷന്മാരുടെ ഭാഗത്തു നിന്നാണ്. ശ്രീമതി ശ്രീകുമാരി രാമേന്ദ്രൻ, പുരുഷന്മാർക്ക് പേടിയുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. കുറച്ച് സൂക്ഷിച്ച് പെരുമാറുമല്ലോ. ഞാൻ എന്റെ ഒരു അനുഭവം പറയാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ 10-30 കൊല്ലം മുമ്പ് ഒരു എറണാകുളം മഹാരാജാസ് കോളേജിൽ പഠിച്ചിരുന്ന കാലം. അപ്പൊ ഞാൻ നന്നായി പാടുമായിരുന്നു അന്ന്. പക്ഷെ എപ്പോ പാടിയാലും ബോയ്സ് കൂവും. അന്ന് ഇത്രയും ഒരു സൗഹൃദം ഇല്ല ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ കമന്റ് അടിക്കുക, ചില നിക്നെയിം ഇട്ട് വിളിക്കുക, ഇങ്ങനെ പറഞ്ഞ് എനിക്ക് തോന്നിയത് എന്റെ വ്യക്തിത്വം വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ വികസിച്ചില്ല. അപ്പൊ അങ്ങനെ ഒരു തകരാറുണ്ട് ഈ ഒരു ഇത്തരം ഒരു പീഡനത്തിന്.
സാഹചര്യത്തെ ഇത് എത്രത്തോളം ഈ നിയമം മാറ്റിമറിക്കും? ഇത് ലൈംഗിക പീഡനം ജോലി സ്ഥലത്ത് നടക്കുന്നിടത്ത് ജീവനക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബില്ലാണ്, നിയമമാണ്. ആ നിയമത്തിൽ ഹോമോസെക്ഷുവാലിറ്റി വരും. അപ്പോ ആ ഹോമോസെക്ഷുവാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം അത് സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. അദ്ദേഹം സൂചിപ്പിച്ചത് ശരിയാണ്. അദ്ദേഹം സൂചിപ്പിച്ചൊരു ഭയം ഇങ്ങനൊക്കെ ഉണ്ടാകുന്നില്ലേ എന്ന്. പക്ഷെ അത് വളരെ എക്സെപ്ഷണൽ കേസസ് ആണ്. എക്സെപ്ഷണൽ കേസസ് നമ്മൾ കേസ് എക്സെപ്ഷണൽ കേസസ് നമുക്ക് എക്സെപ്ഷണൽ കേസസ് ധാരാളം നമ്മൾ പുറത്ത് പത്രങ്ങളിൽ കാണുകയും മനസ്സിലാക്കുകയും വാർത്തകളിലൂടെ കാണുകയും ചെയ്യും. പക്ഷെ ഒരു നിയമത്തിന്റെ പരിരക്ഷ എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള സമൂഹത്തിനുള്ള പരിരക്ഷ. അടുത്ത ദിവസം ഞങ്ങളുടെ അടുത്ത് വന്നത് ഒരു സ്ത്രീയെ, അവിടുത്തെ ഒരു വീട്ടുജോലിക്കാരിയെ അവിടുത്തെ പുരുഷൻ ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ എതിർത്തപ്പോ അവര് മോഷണം നടത്തിയെന്ന് പറഞ്ഞ് അവരെ പോലീസിനെ കൊണ്ട് ഉപദ്രവിച്ച ഒരു കേസ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്നില്ലല്ലോ മോഷണം ശരിയാണെന്നോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു നിയമം പാടില്ലാന്നോ നമ്മൾ ആരും പറയുന്നില്ല. മിസ്യൂസ് എന്ന് പറയുന്നത് ഏത് നിയമത്തിലും ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ്. ഈ മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കാൻ ഇത് നിയമം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളുകളുടെ ബാധ്യതയാണ്. പീഡനം എന്ന് പറയുന്നത് മാഡം പറഞ്ഞ പീഡനം സ്ത്രീകൾ മാത്രമല്ല, പീഡനം പുരുഷന്മാരെ സ്ത്രീകളിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട്. കുമ്പളങ്ങിയിൽ തന്നെ ഒരു സ്ത്രീ മനഃപൂർവ്വം തൊഴിലുടമസ്ഥനെ നിന്നുകൊടുത്തിട്ട് അവസാനം അത് കാണിച്ച് പീഡിപ്പിച്ച് അവസാനം ഈ വ്യക്തി ആത്മഹത്യ ചെയ്യുന്ന അവസരത്തിലേക്ക് ഒരു നിയമം ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട് എല്ലാ സ്ത്രീകളും പോയി ഭർത്താവിനെതിരെയോ അച്ഛനെതിരെയോ തൊഴിലുടമയ്ക്കെതിരെയോ പോയി പരാതി ഒന്നും പറയാൻ പോകുന്നില്ല. കാരണം എല്ലാവരും പോയി പരാതി പറയാൻ വലിയൊരു വിഭാഗവും ശരിയായ പരാതികളായിരിക്കും. മാത്രമല്ല സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ദുരുപയോഗം ചെയ്യാനുള്ള ധൈര്യമോ അങ്ങനെയൊന്നും എന്താണ് ഈ ആശങ്ക? നമ്മളെല്ലാവരും നല്ലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ ചീത്ത അംശം കൂടുതലുള്ള സ്ത്രീകൾ, പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന സ്ത്രീകൾ എന്തായാലും ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്ട്രി പുരുഷന്മാരുടെ കാര്യങ്ങൾ നോക്കില്ല. നോ മാൻഡേറ്റ് ഫോർ മെൻ. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഒരു മിനിസ്ട്രിക്ക് എന്തിനെ ഏൽപ്പിച്ചു ഡ്രാഫ്റ്റിംഗ്? ഹിന്ദു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത് എത്രത്തോളം മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. ഒരാളോട് വൈരാഗ്യം തോന്നുന്നു ഒരു പെൺകുട്ടിക്ക്, അയാളെ കൊടുക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണിത്. പ്രത്യേകിച്ച് ഒരു ഓഫീസിനുള്ളിലൊക്കെ നമുക്കറിയാം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ആളുകൾക്കിടയിൽ. ഏതൊരു ലോ ആയാലും അതിനെ യൂസ് ചെയ്യാനും മിസ്യൂസ് ചെയ്യാനും ആൾക്കാരുണ്ടാവും. അപ്പോ പക്ഷെ നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ ഈ ലോ വരുമ്പോൾ അതിനെ എങ്ങനെ യൂസ് ചെയ്യാം, അത് എങ്ങനെ ആൾക്കാരെ സഹായിക്കും എന്ന കാര്യം അത് നമുക്ക് നോക്കണ്ടു. കാരണം നമ്മുടെ ഈ ലോ ചെയ്ത് ഇപ്പോൾ കംപ്ലൈന്റ് വന്നാൽ അത് അതുപോലെ അങ്ങ് ആൾക്കാർ വിഴുങ്ങത്തില്ല. അത് എന്തുകൊണ്ട് വന്നു, അതിന്റെ സർക്കംസ്റ്റൻസസ്, അതിനൊക്കെ ഒരു ഹിയറിംഗ് ഉണ്ട്. അപ്പൊ അതുവഴി നമുക്ക് കേൾക്കാം അത് സത്യം ഏതാണ് തെറ്റ് ഏതാണെന്നുള്ള കാര്യം കേൾക്കാൻ പറ്റും. അത് മിസ്യൂസ് ചെയ്തിട്ടാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ച് അതുപോലെ എടുക്കാനും പറ്റും. ഇടുക്കി ജില്ലയിലെ ഒരു മുൻസീഫ് സ്ഥിരം ലേറ്റായി വന്നിരുന്ന ഒരു ജീവനക്കാരിയെ ശകാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പേരിൽ ലൈംഗിക പീഡനത്തിന് കേസെടുത്ത് അദ്ദേഹം ആ നാട്ടിൽ നിന്ന് ഓടിക്കേണ്ടി വന്നു. ഈ നിയമം ആരാണ് നടപ്പിലാക്കുന്നത്? വലിയ പോണ ആൾക്കാരല്ല നടപ്പാക്കുന്നത്. ഇത് നടപ്പാക്കാൻ ഒരു നിയമ സംവിധാനമുണ്ട്. ആ സംവിധാനം ഭംഗിയായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആവശ്യം. ഏറ്റവും വലിയ ജനാധിപത്യമായ രാജ്യത്ത് എന്തിനീ ആൺ പെൺ വ്യത്യാസത്തിൽ ഒരു നിയമം കൊണ്ടുവരണം? അടിസ്ഥാനപരമായ ഒരു സമീപനം നോക്കുക. ഒരു കാര്യം നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാം. നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്ക് പുരുഷന്മാർക്കുള്ള തുല്യമായ അവകാശം എല്ലാ മേഖലയിലും കിട്ടിയിട്ടുണ്ടോ? അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇതുപോലെ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല അവിടെ നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു നിയമം പാസാക്കിയപ്പോൾ എന്തിനാണ് പുരുഷന്മാരും പ്രേരെ ഭയപ്പെടുന്നത്? ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ കൊണ്ട് അതിനെതിരെ അർത്ഥമില്ല. ഞങ്ങൾ പറയുന്നത് കേൾക്കുക. കാരണം നിയമം ഞാൻ സംസാരിക്കട്ടെ പറയട്ടെ. അല്ല ഇതാണ് ഒരിക്കലും ഒരു ക്രെഡിറ്റിന് വേണ്ടി ഒരു സ്ത്രീ സ്വയം ചൂഷണം ചെയ്തെന്നും പറഞ്ഞ് രംഗത്തേക്ക് ഇറങ്ങി വരില്ല. സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നില്ല എന്ന് ആരും പറയുന്നില്ല. ഈ കേരളത്തിൽ ഒരു സ്ത്രീയെ പറഞ്ഞിരിക്കുന്ന ആ ആരോപണം, ഒരു പുരുഷന് നേരെ പറഞ്ഞിരിക്കുന്ന ആരോപണം അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ അതിന് തെളിവുകൾ ഉണ്ടെങ്കിൽ ഈ പുരുഷന് കിട്ടേണ്ട അതേ ശിക്ഷ ഈ സ്ത്രീക്ക് കൊടുക്കണോ?